വെൽക്കം ടു BRP Clouds. ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ജൂലൈ 2 ഇന്ത്യയിൽ ഇറങ്ങിയ Huawei Nova. എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈ 2 ഇന്ത്യയിൽ ഇറങ്ങി ഈ Huawei Nova കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പീരിയൻസിലേക്ക് കാണാം. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഇതിൻ്റെ റിസീവറാണ്ട് ഈ ഭാഗം. അപ്പോൾ സാധാ ഫോണിലെന്ന് പറയുമ്പോൾ നമുക്ക് ആണ്ട് ഈ ഒരു ഭാഗത്ത് സ്ക്രീനിൻ്റെ അവിടെ തന്നെയാണ്. ഇതിൽ ഇത്തിരി ടോപ്പിലോട്ടാണ്. അപ്പോൾ ആദ്യം 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. പിന്നെ 1-2 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്കങ്ങ് യൂസ്ഡ്, അപ്പോൾ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. അടുത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ SD കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് SD കാർഡ് ഇടാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഡ്യുവൽ സിം ആണ്. പിന്നെ SD കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇതിൽ 128 GB തന്നെയാണ് ഇൻറ്റേർണൽ മെമ്മറി വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് SD കാർഡിൻ്റെ ആവശ്യം പ്രത്യേകിച്ച് വരത്തില്ല. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജിങ് ടൈമിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ചാർജിങ് ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ചാർജ് ആകും. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു നല്ല 2-3 ദിവസം അടുപ്പിച്ച് 4 വേണം ചാർജ് നിൽക്കും. പിന്നെ സാധാരണ ഫോണിലൊക്കെ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇത് ചാർജ് ഡ്രെയിൻ ആവുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ എനിക്ക് ഡ്രെയിനായി പോകുന്ന രീതിയിൽ തോന്നിയിട്ടില്ല. ചാർജ് പെട്ടെന്ന് പോകുന്നുള്ള രീതിയിൽ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ സിനിമ വല്ലതും ഇട്ട് കണ്ടാലും കൂടി ഒരു 10% പോകുന്നത്. അതിൽ കൂടുതൽ പോയിട്ടില്ല. അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി ഉള്ള ഇട്ട് കാണുമ്പോഴായിരിക്കണം തീരാൻ ചാൻസ്. കാരണം ഇതുവരെ ഞാൻ കണ്ടില്ല അത്രയും ഒരുപാട് ചാർജ് പോയിട്ടില്ല. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ സാധാരണ ഫോൺ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ചൂടാവുന്നുള്ള രീതിയിൽ ചൂടാവത്തില്ല. പിന്നെ പക്ഷെ ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് മാത്രം. പിന്നെ ഗെയിം കളിക്കുമ്പോഴത്തേക്കും ഇത് കണക്ക് തന്നെ അത്രയ്ക്കും വേണ്ടി പറയത്തക്ക രീതിയിൽ ചൂടാവത്തില്ല, ലൈറ്റായിട്ട്. അടുത്തതെന്ന് പറയുന്നത് ഗെയിം പ്ലേനെ കുറിച്ചാണ്. ഗെയിം പ്ലേയിലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്തായാലും ഗ്രാഫിക്സാണ് കൂടുതലും നോക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ എല്ലാം നോക്കുന്നത്. അപ്പോൾ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്രാഫിക്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റക്ക് ആവാതെ നല്ല ക്വാളിറ്റിയിലും കളിക്കണം. അപ്പോൾ അത്യാവശ്യം അതുപോലെ നല്ലതുപോലെയൊക്കെ ഇതിൽ നല്ല സ്മൂത്തായിട്ട് ഇതിൽ കളിക്കാൻ പറ്റും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിനെ കുറിച്ചാണ്. അതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. എല്ലാവരും ഫോൺ എടുത്താൽ ആദ്യം നമ്മൾ ക്യാമറയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ക്യാമറ 14 മെഗാപിക്സലാണ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ സെൽഫി, അതായത് ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 25 മെഗാപിക്സലാണ്. അതായത് 1080p അത്രയും ക്ലാരിറ്റി തന്നെ നമുക്ക് വീഡിയോ തന്നെ എടുക്കാൻ പറ്റും. അതുപോലെ നല്ല ക്ലാരിറ്റി ഉള്ള ഇതാണ് സെൽഫി എന്ന് പറയുന്നത്. ഫ്രണ്ട് ക്യാമറ മതി നമുക്ക് ഇതിൻ്റെ നല്ല അടിപൊളി ഫീച്ചർ എന്ന് പറയുന്ന രീതിയിൽ ക്യാമറ. പിന്നെ ഈ ക്യാമറയുടെ ഇതിൽ തന്നെ നമ്മൾ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മൾ സാധാരണ ഈ പനോരമ ഫോട്ടോസ് എടുക്കാറുണ്ടല്ലോ, നമ്മൾ 360 എടുക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൽ 3D പനോരമ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അത് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കി കഴിഞ്ഞാൽ മോർ സെറ്റിങ്സ് ചെയ്തിട്ടാണെങ്കിൽ കാണാം 3D പനോരമ. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് അതേ ഡയറക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഓക്കെ. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത വീഡിയോ നോക്കാനായിട്ട് എടുത്ത് കഴിയുമ്പോൾ മുകളിലൊരു 3D എന്ന് പറഞ്ഞ ബട്ടൺ വരും. ആ 3D ഒക്കെ ആകുമ്പോൾ അതൊന്ന് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്യുന്നത് സെറ്റ് ആവുന്നുണ്ടത്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കൈ അനക്കുന്നതനുസരിച്ച് അതെന്ന് അതായത് മോഷൻ സെൻസറാണ് ഇത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചറാണ് എനിക്ക് എല്ലാ ഫോണിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്കിനെ കുറിച്ച് പറയുന്നത്. ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള സർഫസാണുള്ളത്. പിന്നെ ഡബിൾ കളർ, അതായത് പർപ്പിൾ ഗ്രേഡിയൻ്റ് വരുന്ന രീതിയിലാണ്. അതായത് മൊത്തത്തിൽ നമ്മൾ കളർ പറയുമ്പോൾ ബ്ലൂ ആണ്. എന്നാൽ ഇത്തിരി ഷൈനിങ് ഒക്കെ അടിയിൽ നിന്നൊക്കെ മുകളിൽ നിന്നോട്ടൊക്കെ വെട്ടടിക്കുമ്പോൾ ഒരു അടിയിൽ നല്ലൊരു എന്താ പറയുക ഒരു വയലറ്റ് ഷെയ്ഡ് വന്നാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല ഫെയ്ഡായിട്ടൊന്നുമില്ല ഇതിൻ്റെ കളർ, നല്ല സൂപ്പറായിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ USB-C ടൈപ്പാണ്. അതിൻ്റെ നിങ്ങൾക്ക് അറിയാം. അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ചാണ്. സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പറ്റില്ല. നമുക്ക് ഇതിൽ തന്നെ ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എത്ര നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ സൗണ്ടിനെ കുറിച്ചൊക്കെ എല്ലാം നല്ല തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇനിയിപ്പോൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു അടിപൊളി ഫോണായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഈ ഫോൺ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 32,000 റുപ്പീസ് അടുപ്പിച്ചാണ് ഇതുവരെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കിടക്കുന്നത്. ഇനി മാറുമെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് സൂരജാണ്. അപ്പോൾ അവനാണ് ഈ ഫുൾ വീഡിയോസ് എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തതും ഫുൾ തുടക്കം തൊട്ട് അവസാനം വരെ ക്യാമറ ആയിട്ട് നടന്നവൻ തന്നെയാണ്. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ അവന് സ്വന്തമായിട്ട് ചാനലുണ്ട്, ടെക് സൂരജ് എന്നൊരു ചാനലിൻ്റെ പേര്. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്യുക. എന്നിട്ട് കൊള്ളാവുന്ന വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്തേക്കുക. ആ വീഡിയോസൊക്കെ അവന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവ ഇട്ടേക്കുന്നേക്കുക. അങ്ങനെ കുറച്ച് സഹായം കൂടി ചെയ്യുക. കാരണം അവനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഓരോന്നൊക്കെ ചെയ്തു. അപ്പോൾ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്കും പറയാനുള്ളത്. വേറൊന്നുമില്ല. പിന്നെ ഇത്രയും നേരം ഇരുന്ന് ഞാൻ ഇട്ട ഈ വീഡിയോ കാണാൻ
നിങ്ങൾ ഒരുങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ച് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നതായിട്ട് ബൈ.